മുൻ DGP ഡോക്ടർ സിബി മാത്യൂസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. 2017 പുറത്തിറങ്ങിയ നിർഭയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂര്യനെല്ലി ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ വിവരങ്ങൾ പങ്കുവച്ചെന്ന പരാതിയിലാണ് നടപടി. പരാതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 228A വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് മണ്ണാന്തല പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഒരു IPS ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന വിശേഷണത്തോടെ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചപ്പോഴുള്ള അനുഭവങ്ങളാണ് സിബി മാത്യൂസ് നിർഭയം എന്ന പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. 1996 പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് നിരവധി പേർ ചേർന്ന് ബലാത്സംഗത്തിന് ഇരയാക്കിയ സൂര്യനെല്ലി കേസിലെ അതിജീവിതയെ തിരിച്ചറിയാൻ കഴിയുന്ന പേരൊഴികെയുള്ള വിവരങ്ങളാണ് പുസ്തകത്തിൽ പങ്കുവച്ചത്. സൂര്യനെല്ലി കേസ് എന്ന തലക്കെട്ടിലുള്ള ഭാഗത്താണ് സിബി മാത്യൂസ് അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ഭാഗത്ത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നാണ് അതിജീവിതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് പ്രകാരം അതിജീവിതയെ പേരോ തിരിച്ചറിയാൻ സഹായകരമായ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്താൻ പാടില്ല. ഇത് 228A വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതുപ്രകാരമാണ് സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം സിബി മാത്യൂസിനെതിരെ ക്രിമിനൽ കുറ്റം ചേർക്കാൻ മാത്രമുള്ള പരാതിയില്ല എന്നായിരുന്നു പോലീസ് കമ്മീഷണറുടെ ഉത്തരവ്. ഇത് ജസ്റ്റിസ് A ബദറുദ്ദീൻ റദ്ദാക്കി. പ്രാഥമിക അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടും നിയമോപദേശവും പരിശോധിക്കുമ്പോൾ മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമമാണ് റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകളിൽ നിന്നും വ്യക്തമാണ്. പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന നിലയിൽ തിരിച്ചറിയാനുള്ള വിവരങ്ങൾ ധാരാളമാണെന്ന് പ്രാഥമിക അന്വേഷണം അന്തിമ റിപ്പോർട്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശവും വ്യക്തമാക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന മലയാള പദം വിശകലനം ചെയ്യുമ്പോൾ അതിന് ലൈംഗികാതിക്രമം അല്ലെങ്കിൽ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം എന്നതിൻ്റെ ഇര എന്ന അതേ അർത്ഥമാണ് കൈവരുന്നത്. ഈ പ്രയോഗം IPC 228A വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന് പരാമർശിക്കുന്നതിനു പുറമെ ബലാത്സംഗത്തിന് ഇരയായ അവളെ തിരിച്ചറിയുന്ന വിവരങ്ങളും പുസ്തകത്തിൽ നിന്ന് വ്യക്തമാണ് എന്ന് കോടതി പറഞ്ഞു. അതിജീവിതയുടെ പേര് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തിയില്ലെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ പേര്, തൊഴിൽ, മേൽവിലാസം എന്നിവ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ KK ജോഷോ പറയുന്നു. സിബി മാത്യൂസിനെതിരെ 228A വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള കുറ്റമില്ലെന്ന് പോലീസ് കമ്മീഷണറുടെ ഉത്തരവിനെതിരെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്.